അപ്പോൾ നമ്മൾ ബുഖാരിച്ചമ്പിൽ മന്തി ബുഖാരിച്ചമ്പിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ മാസ്റ്റർ നമ്മുടെ ഷെഫിനോട് ചോദിച്ചാലോ എന്ത് ചെമ്പിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഇതാണ് നമ്മുടെ ബുഖാരിച്ചമ്പ് കേട്ടോ. അപ്പോൾ ഈ ചെമ്പിനെ കുറിച്ച് ആൾക്കാർക്കൊരു ഒരു ധാരണ ഇല്ല. അപ്പോൾ എന്തതിൻ്റെയൊക്കെ പ്രത്യേകത പറയാൻ? പ്രത്യേകത ഒന്നുമില്ല. ഈ ചെമ്പിൽ നമ്മൾ കബ്സ, മന്തി, ബുഖാരി റൈസ്, ബിരിയാണി, നെയ്ച്ചോറ് ഏത് ഐറ്റംസ് ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ സാധാരണ ചെമ്പിനേക്കാൾ ഡബിളാണ്. ടേസ്റ്റ് എന്ന് പറയാൻ വെക്കുമ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടുത്തം വിടും. പൊളിയാണ്. 24 മണിക്കൂർ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന അതേ ചൂടിൽ 24 മണിക്കൂർ വരെ നിൽക്കും. അതിന് യാതൊരു മാറ്റമില്ല. ഭക്ഷണം അതേ രീതിയിൽ നല്ല ചൂടിൽ നല്ല ടേസ്റ്റിൽ ആ ദമ്മിൽ കിടന്നു കഴിഞ്ഞാൽ അതിരുചിയാണ്. സംഭവം ടേസ്റ്റാണ്. ഈ ചെമ്പിൻ്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് മന്തിയാണ്. ബുഖാരി റൈസ് ഉണ്ടാക്കലുണ്ട്, ഗീ റൈസ് ഉണ്ടാക്കലുണ്ട്, കപ്സ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ മന്തിയാണ്. അറേബ്യയിൽ നിന്ന് കൊടുന്നു തന്ന ചെമ്പാണ് ഇത്. കണ്ടില്ലേ, നമ്മളവിടെ അഫ്ഗാനികളെ ഹോട്ടലിലൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. ഈ ബുഖാരി റൈസൊക്കെ കഴിക്കാൻ പോകണമുണ്ടാവും, ഷവായൊക്കെ. അതേ ട്രെൻഡാണ് നമ്മളെടുക്കും. സൗദി അറേബ്യ ജിദ്ദയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ്. നാട്ടിലൊന്നും ഇത് സാധനം കിട്ടണില്ല. ഒന്ന് ഇറക്കുമതി ചെയ്താണ്